ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു സ്പെഷ്യൽ തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് തക്കാളിയുടെയും സവാളയുടെയും എണ്ണം കൂട്ടാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 2 തക്കാളിയും 2 സവാളയും എടുത്തിട്ടുണ്ട്. അത് ചെറിയ രീതിയിൽ അരിഞ്ഞിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് എല്ലാം പൊട്ടി പരുവായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ അതിൽ എടുത്ത് നമുക്ക് ഇടാവുന്നതാണ്. തിളച്ച എണ്ണയിലോട്ട് ഇത് ഇട്ട് നല്ല പോലെ ഇളക്കി അത് ഒരു പാകമാവുന്നത് വരെ, പകുതി വേവുന്നത് വരെ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി റെഡിയാക്കുക. ആവശ്യത്തിന് അവരവർക്ക് എരിവ് വേണം എന്നുള്ള കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും അളവ് കൂട്ടാവുന്നതാണ്. ഇത് ഒന്ന് നമുക്ക് ഒരു സ്പൂൺ വച്ചിട്ട് നമുക്കതൊന്ന് ഇളക്കി ഒന്ന് നല്ലപോലെ പാകപ്പെടുത്തിയെടുക്കാം. നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വയ്ക്കണം, കൂട്ടി വയ്ക്കരുത്, എന്നാൽ കരിഞ്ഞു പോകും. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞു പോകുന്നതാണ്. തീ കുറച്ച് വെച്ചാൽ മതി. നല്ലപോലെ വാടിയതിന് ശേഷം നമുക്ക് സവാള ആദ്യം നമുക്ക് എടുത്തിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിട്ട് വാടിയതിന് ശേഷം അതിൽ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എടുത്തിടാം. ഇടയ്ക്ക് ഇച്ചിരി കരിവേപ്പില കൂടി ഒന്ന് ഇട്ട് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതിന് ശേഷം അതിൽ കൂടെ നമുക്ക് ആദ്യം സവാള ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് നല്ലപോലെ വാട്ടിയെടുക്കണം. സവാള ഇട്ട് നല്ലപോലെ വാടിയതിന് ശേഷം നമുക്ക് അടുത്ത തക്കാളി കൂടെ ഇട്ട് റെഡിയാക്കി എടുക്കണം. ആവശ്യത്തിന് എണ്ണ നമുക്ക് ആദ്യമേ ചേർക്കണം. ഇല്ലെങ്കിൽ എണ്ണ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വാടിക്കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പം സവാള വാടിയതിന് ശേഷം തക്കാളി അതിൽ കൂടെ മിക്സ് ചെയ്യുക. നമ്മൾ ഈ പരന്ന പാത്രത്തിലാണ് എല്ലാം അരിഞ്ഞു വച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഒരു പാത്രത്തിലായതുകൊണ്ടാണ് നമുക്ക് ഈ 2-3 പ്രാവശ്യം എടുത്തിടേണ്ടി വന്നത്. അപ്പം തക്കാളിയും ഉള്ളി നമ്മളിപ്പോൾ ചേർത്തേക്കുന്നത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിവേപ്പില, സവാള, തക്കാളി ഇത്രയിട്ടാണ് നമ്മൾ കടുവറുത്ത് അതിൽ എല്ലാം റെഡിയാക്കി വെച്ചത്. ഇതിൽ കൂടെ കുറച്ച് വേവണം, കുറച്ച് വെള്ളം ഒഴിച്ച്, ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കണം. വേവിച്ചതിന് ശേഷം അതിൽ ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി, അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ചേർത്തത് മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് നമുക്ക് അതും എരിവും ഉള്ളതാണ്. മുളക് പൊടി നമ്മൾ ആദ്യം ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ ആവശ്യത്തിന് മുളകുണ്ട്. അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയെ കുറച്ച് ചേർത്താൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു മുട്ട പൊട്ടിച്ച് അതിലൊഴിച്ചു. ഈ മുട്ട നല്ല പോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുക. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ തക്കാളി കറി. അത് മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വാടിയതിന് ശേഷം ഉണ്ടോ, അത് കാണാൻ തന്നെ എന്ത് രസമെന്നറിയാം.
വായിൽ കൂടെ വെള്ളം ഊറും അതിൻ്റെ മണം അടിക്കുമ്പം തന്നെ. നല്ലപോലെ ഇളക്കി വാടിയതിന് ശേഷം ഇത്രയും മതിയാവും. കൂടുതൽ അതിന് മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം നമുക്ക് ഇളക്കേണ്ടതില്ല. പിന്നെ ഒരു ബൗളിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.